ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 109. നമ്മൾ 49ാമത്തെ ഉപനിഷത്തായിട്ട് പാവനോപനിഷത്താണ് നോക്കുന്നത്. അതിലെ രണ്ടാമത്തെ ഭാഗമാണ്. കഴിഞ്ഞതിൽ നമ്മൾ എന്താണ് ആത്മാവ് അല്ലെങ്കിൽ പരമാത്മാവ് എന്താണെന്ന് മനസ്സിലാക്കി. അതാണ് ആ പ്ലാൻ അനുസരിച്ചാണ് പ്രപഞ്ച സൃഷ്ടി നടക്കുന്നത്. ഇതിൻ്റെ എല്ലാം കാരണഭൂതനായ ആ ശക്തിവിശേഷത്തെ പറ്റിയും അത് നമ്മളിൽ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിലൂടെ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ ഈ ക്ലാസ്സിലൂടെ കാണാൻ പോകുന്നത് അതാണ്. അപ്പം നമുക്ക് ആ സൂക്തവും അതിൻ്റെ ഭാവാർത്ഥവും കാണാം. ഓം ശ്രീ ഗുരു സർവകാരണഭൂത ശക്തി തേന നവരന്ധ്രരൂപോ ദേഹ നവശക്തിരൂപം ശ്രീചക്രം. ശ്രീ ഗുരു തന്നെയാണ് എല്ലാറ്റിനും കാരണമായ ശക്തി. ഈ ശരീരം നവരന്ധ്രങ്ങൾ അഥവാ 2 ചെവി, 2 കണ്ണ്, 2 മൂക്ക്, 1 വായ, 1 ഗുദം, 1 ഗുഹ്യം എന്നീ 9 നവദ്വാരങ്ങളുള്ളതാണ്. നമ്മിലെ നവശക്തികളാണ് ശ്രീചക്രത്തിലെ വിമല, ഉത്കർഷിണി, ജ്ഞാന, യോഗ, ക്രിയ, പൃഥ്വി, സത്യ, ഈശാന, അനുഗ്രഹ എന്നിവ. ശ്രീ ഗുരു തന്നെയാണ് എല്ലാറ്റിനും കാരണമായ ശക്തി. ഇവിടെ ഗുരു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ബ്രഹ്മത്തെ തന്നെയാണ്. ബ്രഹ്മമാണ് കാരണം, എല്ലാത്തിനും കാരണമായ ശക്തി. അപ്പം ബ്രഹ്മത്തിന് ആദ്യം ഒരു സൃഷ്ടി നടത്തണമെന്നുള്ള ഒരു ചിന്തയുണ്ടാകുന്നു. ഒരു സുന്ദരമായ ലോകം, വസുദേവ കുടുംബം, ലോകമേ തറവാട് എന്ന ഒരവസ്ഥയിലുള്ള ഒരു ലോകം, എല്ലാവരും സുഖത്തോടുകൂടി എല്ലാ ജ്ഞാനവും തികഞ്ഞുകൊണ്ട് ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ ജീവിക്കുന്ന ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കേണ്ട ഒരു താല്പര്യത്തോടുകൂടി, അതിനാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ആ താല്പര്യത്തോടുകൂടി ആദ്യം എന്തുണ്ടാകുന്നു, അതിനുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. ആ പരമാത്മാവാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞതിൽ. അപ്പോൾ ആ പരമാത്മാവിലുള്ള പ്ലാനിനനുസരിച്ചാണ് പിന്നെ എല്ലാ സൃഷ്ടികർമ്മങ്ങളും നടക്കുന്നത്. അപ്പം നമ്മളെയും ആ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നമുക്കും ചില പങ്കുകളുണ്ട്. നമ്മളിലൂടെയാണ്, മനുഷ്യരിലൂടെയും മറ്റുമെല്ലാമാണ് പ്രപഞ്ചം സൃഷ്ടിച്ചതിന് ശേഷമുള്ള ഭൂമി പോലെയുള്ളതിലുള്ള പുരോഗതികളെല്ലാം നടക്കുന്നത്. അപ്പോൾ ആ പുരോഗതിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ആ ശക്തിയാണ്, ആ ഗുരുവാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്. അപ്പം നമുക്ക് കരണീയമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, അതെന്തിനാണോ സൃഷ്ടിച്ചത് അതിനെ ആശ്രയിച്ചുകൊണ്ട് ആ കർമ്മം ചെയ്തു കൊടുക്കുക. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, സൃഷ്ടിക്കുമ്പോൾ തന്നെ അതുണ്ട്. മറ്റുള്ള ഉപനിഷത്തിലെല്ലാം, വേദങ്ങളിലെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ജനിക്കുമ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, നീ ഇന്ന് പറയാമെന്ന വ്യക്തിയൊന്നുമല്ല, നമ്മളെ മനസ്സിലോട്ട് ഓടിപ്പോകുന്നുണ്ട് നമ്മളെന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആദ്യം തന്നെ അത് തീരുമാനിച്ച പിന്നെ ജനിക്കുമ്പോൾ മറന്നു പോവുകയാണ്. അപ്പം നമ്മളെ കർമ്മങ്ങളെല്ലാം ഓൾറെഡി തീരുമാനിച്ചിട്ട്, ആ പ്ലാൻ അനുസരിച്ച് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ജനിപ്പിച്ച് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ ശക്തി തന്നെയാണ് ഗുരു. ആ ഗുരു നിർദ്ദേശിച്ച വഴിയിലൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. അത് മുന്നോട്ടേക്ക് പോകുന്നതിന് അതെന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ചില ഇൻപുട്ട് ഡിവൈസസ് എല്ലാം തന്നിട്ടുണ്ട്. നമ്മളെ അത് അറിയിക്കുന്നത് നവരന്ധ്രങ്ങൾ അഥവാ 2 ചെവി, 2 കണ്ണ്, 2 മൂക്ക്, 1 വായ, 1 ഗുദം, 1 ഗുഹ്യം എന്നീ 9 നവദ്വാരങ്ങൾ ഉള്ളതാണ് നമ്മുടെ. നമുക്ക് 9 ദ്വാരങ്ങൾ തന്നിട്ടുണ്ട്. ദ്വാരമെന്ന് ഇവിടെ പറയുമ്പോൾ ദ്വാരത്തിലൂടെയാണല്ലോ പ്രവേശിക്കുക.
അപ്പോൾ പ്രവേശിക്കുന്നതിന് ആധുനിക സയൻസിൽ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയും. നമ്മളൊരു കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് ഡിവൈസായിട്ട് ആ കമ്പ്യൂട്ടറിലേക്ക് സിഗ്നൽ കൊടുക്കുക, എന്ത് ചെയ്യണമെന്നുള്ള ഇൻസ്ട്രക്ഷനെല്ലാം നമ്മൾ ആ ഇൻപുട്ട് ഡിവൈസിലൂടെയാണ് കൊടുക്കുക. സ്റ്റാർട്ട് എന്നോ ആഡ് എന്നോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടല്ലോ മൊബൈലിലും എല്ലാം. ഒരു സിഗ്നൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ പ്ലസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3+2 എന്ന് അടിച്ചിട്ട് = അടിക്കുമ്പോൾ അത് കൂട്ടി പറഞ്ഞു തരും. അപ്പോൾ അതെല്ലാം ഇൻപുട്ട് ഡിവൈസാണ്. 3 നമ്മൾ കൊടുക്കുന്നു, 2 കൊടുക്കുന്നു, ആഡ് ചെയ്യാൻ പറയുന്നു, ഉത്തരം തരാൻ പറയുന്നു. അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് കൊടുക്കുമ്പോഴാണ് ആ ഉപകരണം ആക്ടിവേറ്റ് ചെയ്തിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നത്. അതുപോലെ നമ്മളെ സൃഷ്ടിച്ചപ്പോഴും നമുക്ക് 9 ദ്വാരങ്ങൾ തന്നിട്ടുണ്ട്. 2 കണ്ണാണ്. കണ്ണിലൂടെ നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, പ്രതികരിക്കാനെല്ലാം തോന്നുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേൾക്കുമ്പോൾ, മണം പിടിക്കുമ്പോൾ, രുചിക്കുമ്പോൾ. രുചി തന്നിരിക്കുന്നത് നമ്മളെ പുറത്തുള്ള കാര്യം ചെയ്യാനല്ല, നമ്മളെ ശരീരത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നടക്കണ്ടെങ്കിൽ നമ്മൾ രുചിച്ചു നോക്കിയിട്ടാണ് ഭക്ഷണം അകത്തേക്ക് വിടുന്നത്. അപ്പോൾ ഇതൊരു ടെസ്റ്റിംഗ് ലാബ് തന്നെയാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതൊന്ന് നോക്കിയിട്ടാണ് നാവ് അല്ലെ വായ പ്രതികരിക്കുന്നത്. നമ്മളോട് പറയാ കൊള്ളാം കഴിച്ചോളൂ, ദാഹമുണ്ടാകുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ പറയാ കൊള്ളാം കുറച്ചും കൂടി കുടിച്ചോളൂ. നമുക്ക് വയറ് നിറഞ്ഞു കഴിയുമ്പോൾ പറയാ, നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല സന്തോഷത്തോടെയാണ് കഴിക്കുക. കുറേ അങ്ങോട്ട് തിന്നുപോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ അങ്ങനെ ഒരു മടുപ്പ് ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഇൻപുട്ട് ഡിവൈസുകളാണ്. അതിനനുസരിച്ചാണ് പിന്നെ നമ്മൾ ഭക്ഷണം എടുക്കുന്നത്. മണക്കുമ്പോൾ നമുക്കറിയാം ഇന്ന ഭക്ഷണം കൊള്ളാം, നമുക്ക് അത്യാവശ്യമുണ്ട്, ആഗ്രഹം ഉണ്ടെങ്കിൽ. ആഗ്രഹമില്ലെങ്കിൽ മണക്കുമ്പോൾ നമുക്ക് ഒരു വല്ലാതെ ഒരു ഏത് സമയം ഇത് തന്നെ, എവിടെ നോക്കിയാലും ഇതിൻ്റെ മണമല്ലേ ഉള്ളൂ എന്ന് തോന്നും. നമുക്ക് ആവശ്യമുള്ളതിനെ അറിയിക്കുവാനും എല്ലാം വേണ്ടിയിട്ടാണ് ഈ കണ്ണും മൂക്കും വായും ചെവിയും. പിന്നെ ഉപസ്ഥമുണ്ട്, ഗുദവും ഗുഹ്യം, ഇതെല്ലാം ഉണ്ട്. അതിലെന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലുള്ള വേണ്ടാതെ വേസ്റ്റ് കളയുണ്ടെങ്കിൽ അതിനൊരു ഉപകരണമുണ്ട്. 1 അല്ല 2, മൂത്രരൂപത്തിലും മറ്റുമെല്ലാം മലമായിട്ടെല്ലാം വെളിയിൽ പോകും. അപ്പോൾ നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും. അവിടെയെല്ലാം ചില ഫീലിങ്സ് ഉണ്ടാവും. അതിലൂടെയാണ് തോന്നിപ്പിക്കുന്നത്. നീ ഇന്ന ചെയ്, കാരണം ശരീരത്തിൻ്റെ അകത്ത് ഇത് കിടക്കുകയാണ്, ഇതിനെ നീ തള്ള്. അപ്പോഴാണ് നമ്മൾ അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മളെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള, അതായത് നമ്മളെ പുറത്തുള്ള കർമ്മങ്ങൾ ചെയ്യിപ്പിക്കാനും അകത്ത് നടക്കുന്ന പ്രക്രിയകൾക്ക് വല്ല സപ്പോർട്ടും വേണ്ടിയിട്ട് അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നവദ്വാരങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. ആധുനിക കമ്പ്യൂട്ടറിൽ ഉള്ള ഇൻപുട്ട് ഡിവൈസാണ് അത്. അപ്പം നമ്മിലെ നവശക്തികളാണ് ശ്രീചക്രത്തിലെ. അപ്പം ശ്രീചക്രത്തിലൂടെ എല്ലാം ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. വിമല, ഉത്കർഷിണി, ജ്ഞാന, യോഗ, ക്രിയ, ഗത്വ, സത്യ, ഈശാന, അനുഗ്രഹ എന്നിവ ആണ് ഈ നവശക്തികൾ. ഈ നവശക്തികൾ എന്ന് പറഞ്ഞാൽ ശ്രീചക്രത്തിലെ 9 വരുന്നത് 9 ഗ്രഹങ്ങളാണ്. അപ്പം നവഗ്രഹങ്ങളാണ് നമ്മളെ പ്രവർത്തിക്കാനുള്ള ശക്തി തരുന്നത്. ഈ നവഗ്രഹങ്ങൾക്ക് നമ്മളുടെ അവയവങ്ങളുമായിട്ടെല്ലാം ബന്ധമുണ്ട്. ആ ശക്തികളെല്ലാം നമ്മളെ കണ്ണിലൂട്ടിയും മൂക്കിലൂട്ടിയും എല്ലാം നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് പ്രേരണ ഉണ്ടാക്കുന്നത് ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊന്ന് കാണുമ്പോൾ ഇന്ന ചെയ്യാനുണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഓടും. വായിലൊരു ദാഹം വരുമ്പോൾ നമ്മൾ ഉടനെ പോയി വെള്ളം കുടിക്കും. അപ്പം നമ്മളെ ശക്തികൾ, നമ്മളെ പ്രേരിപ്പിക്കുന്ന ശക്തികൾ ഈ നവഗ്രഹങ്ങളാണ്. അത് ഈ അവയവങ്ങളിലൂടെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. അപ്പം ശ്രീചക്രത്തിൽ 9 ഗ്രഹങ്ങളുണ്ട്. ആ ഗ്രഹങ്ങളെ എല്ലാം നമ്മളെ
ഈ നവദ്വാരങ്ങളിലൂടെ അത് നമ്മളെ സ്വാധീനിച്ചുകൊണ്ടാണ് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത്. നമുക്ക് ശക്തി കിട്ടുന്നത് ആ പ്രേരണയാൽ ആണ്. നമുക്ക് വല്ലതും വിമിഷ്ടമെല്ലാം തോന്നുമ്പോൾ പുറത്ത് പോകുന്നതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? വയറ്റിലുള്ളത് വെളിയിൽ കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു പ്രേരണ അതുണ്ടാക്കുമ്പോഴാണ് നമ്മളതിനനുസരിച്ച് ഓടുന്നത്. അല്ലാതെ നമുക്കറിയില്ല അകത്ത് കെട്ടിക്കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. മൂത്രം ഉള്ളിൽ നിറഞ്ഞു കിടക്കുകയാണോ അല്ലയോ എന്നൊന്നുമില്ല. അത് ആ അവയവം നമ്മളെ അറിയിക്കുകയാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്, അതുകൊണ്ട് നീ അതിനെ വെളിയിലേക്ക് തള്ള് എന്ന് പറയുമ്പോഴാണ് നമ്മൾ പോയിട്ട് തള്ളുന്നത്. അല്ല, അങ്ങനെ ഒരു അവയവത്തിൽ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളത് ചെയ്യില്ല. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കേൾക്കുമ്പോൾ കേട്ട പാടുന്ന അതിൻ്റെ പിന്നാലെ ഓടുന്നത് എന്തുകൊണ്ടാണ്? അതൊരു ശക്തി തന്നെയാണ്. ഈ നവഗ്രഹങ്ങൾ അല്ലെങ്കിൽ അതിലെ ജ്ഞാന ഉണ്ട്, ക്രിയയുണ്ട്, കർമ്മങ്ങളുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. എന്ത് തരം നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ ആ കർമ്മങ്ങളെല്ലാം പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സത്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, സത്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളുക, ഇങ്ങനെയെല്ലാം ഉള്ളുണ്ട്. ദിക്കുകൾക്ക് വേണ്ടി ചില ദിക്കുകളെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. യോഗ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ആ ശക്തിയുമായിട്ട് ഒരു യോഗം എന്ന് പറയുമ്പോൾ ആ ശരീരവും ഈ ഗുരു എന്ന് പറഞ്ഞ ശക്തിയായിട്ട് യോജിക്കുകയാണ്. അതുമെല്ലാം നമ്മളെ മനസ്സിൽ തോന്നിപ്പിക്കുന്നതാണ്. മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കാണുകയോ കേൾക്കുകയോ മണക്കുകയോ എന്തെങ്കിലും ചെയ്യണം. അപ്പം ആരെങ്കിലും ഇങ്ങനെ ഒരു ബ്രഹ്മസാക്ഷാത്കാരമുണ്ട് എങ്കിലേ ജീവിതത്തിൽ നിന്ന് മുക്തിയുള്ളൂ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ വിരക്തി വന്നിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും. അപ്പം ഇങ്ങനെ പലതരം കർമ്മങ്ങൾക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന അവയവങ്ങളാണ് ഈ നവദ്വാരങ്ങൾ. അതിലൂടെ ഗ്രഹങ്ങൾ, ശ്രീചക്രത്തിലെ ഗ്രഹങ്ങൾ നമ്മിലേക്ക് ചില പ്രേരക ശക്തികൾ പ്രയോഗിക്കുന്നുണ്ട്. ആ പ്രേരക ശക്തികളാണ് ഇവിടെ ശ്രീചക്രത്തിലെ വിമല, ഉത്കർഷിണി, ജ്ഞാനം, യോഗ, ക്രിയ ഇങ്ങനെയെല്ലാമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നത്. നമ്മളെ പലതരം ഫീൽഡുകളിലേക്ക് വർക്ക് ചെയ്യിപ്പിക്കുക. ഏതിൻ്റെ അടിസ്ഥാനത്തിലാണത് ചെയ്യുന്നത്? പരമാത്മാവിന് ഒരു പ്ലാൻ ഉണ്ട്. അതിൽ കുറച്ച് ഭാഗം നമ്മളാണ് ചെയ്യേണ്ടി വരുന്നത്. ലോക സൃഷ്ടിയുടെ കർമ്മങ്ങൾ നടക്കുമ്പോൾ അതിന് നമ്മളെ സൃഷ്ടിച്ചിട്ട് ചില കർമ്മങ്ങൾ നമ്മളിലൂടെ ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അത് നമ്മളിലെ ശക്തി ഉണർത്തുന്നത് ഈ ശ്രീചക്രത്തിൽ പറഞ്ഞിരിക്കുന്ന നവഗ്രഹങ്ങളാണ്. ആ നവഗ്രഹങ്ങൾ നമ്മുടെ ഈ നവദ്വാരങ്ങളിലൂടെയാണ്, കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും എല്ലാമായിട്ടാണ് നമ്മളിൽ പ്രേരണ ശക്തി, നമുക്ക് കർമ്മം ചെയ്യുവാനുള്ള ശക്തി നൽകുന്നത്. അപ്പോഴാണ് ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഒരു കാറിൽ നമ്മൾ സ്വിച്ച് ഓണാക്കിയിട്ട് ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ അതിന് ശക്തി കിട്ടും, അത് ഓടാൻ തുടങ്ങും. നമ്മൾ കാലാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ആക്സിലറേറ്റർ കൂടി അത് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിന് ശക്തി വരുന്നത്. അപ്പോൾ ശക്തി വരുത്താൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന നമ്മൾ ചെയ്യുന്നത് പോലെ ഈ ഗ്രഹങ്ങൾ നമ്മുടെ നവദ്വാരങ്ങളിലുള്ള, അതായത് കണ്ണിലൂടെയും ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയെല്ലാം നമ്മൾക്കൊരു പ്രേരണ നൽകി നമ്മളെ പ്രേരിപ്പിച്ചിട്ട് കർമ്മം ചെയ്യുവാനുള്ള ശക്തി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അത്തരം 9 ശക്തികളെപ്പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ശ്രീചക്രത്തിലുണ്ട്. 9 നവഗ്രഹങ്ങൾ ശ്രീചക്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ മുമ്പ് ശ്രീചക്രം എല്ലാം കണ്ടു കഴിഞ്ഞു. വേദപഠന ക്ലാസ്സിലൂടെയെല്ലാം കണ്ടു കഴിഞ്ഞതാണ്. അതുകൊണ്ട്
വേദപഠനം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ശ്രീചക്ര എല്ലാം ഉപനിഷത്തിലും എല്ലാം വരുന്നതാണ്. ഇന്നൊന്നും എടുക്കണ്ട, എല്ലാം കൂടിയതാണ് വേദങ്ങൾ. അപ്പം അതിലൂടെ നമ്മൾ ഇതിനു മുമ്പ് തന്നെ ശ്രീചക്രത്തെ എല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ സൂക്തം കൊണ്ട് ഈ സൂക്തം നൽകുന്ന സന്ദേശം. അടുത്ത ക്ലാസ്സിൽ